തുടങ്ങട്ടെ? തുടങ്ങിക്കോ തുടങ്ങിക്കോട്ടോ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറമും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയ ഒരു അധ്യയനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ആണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം സാറിന്റെ ബിരിയാണി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനു വേണ്ടി 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ അപർണയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. വായന ഒരാളെ നല്ല മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ ശീലമാണ് എന്ന് നമുക്കറിയാം. പുസ്തകം നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനാണ്. അത് നമ്മെ അറിവിലേക്ക് നയിക്കുന്നു, ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു, സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നു, പുതിയ ലോകങ്ങളെ അറിയാനും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്നു. വിവിധ പുസ്തകങ്ങളെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായി SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും ചേർന്ന് സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണ വെബിനാറിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബിരിയാണി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സന്തോഷ് ഏച്ചിക്കാനം സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബിരിയാണി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനി അന്ന റോസ് ബെന്നിയാണ്. അന്നയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അപർണ. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ അന്ന റോസ് ബെന്നിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് അന്ന റോസ് ബെന്നി. ഫസ്റ്റ് ഇയർ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണി എന്ന ചെറുകഥാ സമാഹാരമാണ്. പുസ്തകച്ചട്ടയിൽ പറയുന്നത് പോലെ കേരളീയ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന നാഗരികതയുടെ ആസുരമായ സ്പർശിനികളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും തീക്ഷ്ണമായി അനുഭവവേദ്യമാക്കുന്ന മലയാളികളുടെ പ്രിയ കഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ജീവസുറ്റ കഥകളടങ്ങിയ പുസ്തകമാണ് ബിരിയാണി. ബിരിയാണി, നായ്ക്കാപ്പ്, മനുഷ്യാലയങ്ങൾ, UVWXYZ, മരപ്രഭു, ലിഫ്റ്റ്, ആട്ടം എന്നിങ്ങനെ ശ്രദ്ധേയമായ 7 ചെറുകഥകളാണ് ഇതിലുള്ളത്. സാമൂഹിക പ്രസക്തി ആർജിക്കുന്ന 7 വിഷയങ്ങളാണ് 7 ചെറുകഥകളിലൂടെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഞാൻ ഈ പുസ്തകം വായിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ്, ബിരിയാണി. വ്യത്യസ്തമായൊരു പേര്, ഇതുവരെ ഇങ്ങനെ കേൾക്കാത്തൊരു പേര്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. ഓരോ കഥ വായിക്കുമ്പോഴും അടുത്ത കഥയിലേക്ക് എന്തായിരിക്കും, അടുത്ത കഥയിലെ വിഷയം എന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അങ്ങനെയാണ് ഓരോ കഥകളും വായിച്ചു തീർത്തത്. ഒരൊറ്റ ഇരിപ്പിനാണ് ഞാൻ ഈ 7 കഥകളും വായിച്ചു തീർത്തത്. അത്രയും മനോഹരമായ കഥകൾ. ഇതിലെ 7 കഥകളും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. എങ്കിലും ബിരിയാണിയും മനുഷ്യാലയങ്ങൾ എന്നീ 2 കഥകളാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത്. ബിരിയാണി എന്ന കഥ 2016 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ബിരിയാണി എന്നത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. പക്ഷേ ആ ഒരു ഭക്ഷണം കേൾക്കുമ്പോൾ, ബസ്മതി അരി കൊണ്ടുള്ള ബിരിയാണി, അത് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ജാർഖണ്ഡുകാരനായ ഗോപാൽ യാദവ്. അദ്ദേഹത്തിന്റെ കഥയാണിത്. ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് കലന്തനാജി. അദ്ദേഹം ആ നാട്ടിലെ വലിയൊരു പ്രമാണിയാണ്. അദ്ദേഹം എത്രത്തോളം പ്രമാണിയാണെന്നറിയാൻ ഒരൊറ്റ വാചകം മതി.
കലന്തന് 4 40 ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. അത്രയും പ്രമാണിയായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു സൽക്കാരം നടക്കാണ്. അപ്പൊ അവിടെ പണിക്കായിട്ട് ഒരാൾ ആവശ്യമാണ്. അപ്പോഴാണ് ഗോപാലാദവ് അവിടേക്ക് എത്തുന്നത്. വെറും 250 രൂപ കൂലിക്കായിട്ടാണ് ഗോപാലാദവ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മലയാളികൾക്ക് മറുനാടൻ തൊഴിലാളികളോടുള്ള ഒരു അവജ്ഞ, പുച്ഛ മനോഭാവമൊക്കെയാണ് ഇവിടെ വരച്ചിടുന്നത്. അങ്ങനെ അദ്ദേഹം 250 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത്. അല്ലെങ്കിൽ ആ 250 രൂപ സമ്മതിച്ചിട്ട് ആള് കലന്തനാജിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴൊക്കെ ആളുടെ മനസ്സിൽ കുറേ ചിന്തകൾ വരുന്നുണ്ട്. ഗൊദയിൽ നിന്നും പാതിരാത്രി സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തുമ്പോൾ തന്നെയും കാത്ത് വിശന്ന് പൊരിഞ്ഞ് അവസാനം മണ്ണ് വാരിത്തിന്ന് ഉറങ്ങുന്ന പയറുവള്ളിയേക്കാൾ മെലിഞ്ഞ കഴുത്തും ഉന്തിയ വയറുമുണ്ടായിരുന്ന ഒരു മകൾ അസൈനാറിനില്ലല്ലോ. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഗോപാലാദവ് എങ്ങനെ അത്രയും കഷ്ടതയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനത്തെ ഒരാളാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ പണിക്കായിട്ട് വന്നുപെട്ടിരിക്കുന്നത്. അങ്ങനെ ആള് കലന്തനാജിയുടെ വീട്ടിലെത്താണ്. അവിടെ എത്തിക്കഴിഞ്ഞതും നല്ല ബസ്മതി അരിയുടെ മണം വരിക. അപ്പൊ ആള് പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ്. പണ്ട് തന്റെ ഭാര്യ മാതങ്കി 6 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു അരി കാണിച്ചു കൊടുക്കുന്നത് ഗോപാലാദവിന്. അതുവരെ ഗോപാലാദവ് അത് കണ്ടിട്ടില്ല. പിന്നെ അതിന് അത്രയും വിലയേറിയതായതുകൊണ്ട് തന്നെ അതിന് കാശ് കൊടുത്ത് വാങ്ങാനുള്ള കാശൊന്നും ഗോപാലാദവിന്റെ ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഭാര്യയുടെ കൊതി തീർക്കാനായിട്ട് ഒരു 50 ഗ്രാം അരിയാണ് ഗോപാലാദവ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ അരി മേടിച്ചു കൊടുത്ത് പിന്നീട് മാതങ്കി അത് കഴിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും ടച്ചിങ് ആയിട്ടുള്ള സെന്റൻസുകളൊക്കെയാണ് പിന്നീട് അതിലുള്ളത്. അങ്ങനെ ആള് അവിടെ എത്തി. പിന്നീട് ആൾക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പൊക്കത്തിലും വീതിയിലുള്ള ഒരു കുഴി കുഴിക്കുക. അതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ജോലി. അങ്ങനെ ആള് കുഴി കുഴിക്കുകയാണ് ചെയ്യുന്നത്. വേറെ എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും അറിയില്ല. നല്ല കൃത്യമായിട്ട് ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞതും ആള് നോക്കുമ്പോ ചെമ്പ് കണക്കിന് ബിരിയാണി കൊണ്ടുവന്ന് അതിലേക്ക് തട്ടാം. അതും ദമ്മ് പൊട്ടിക്കാത്ത ബിരിയാണി അടക്കം. എത്ര ചെമ്പാണെന്ന് കൂടി അറിയില്ല, അത്രയും ബിരിയാണി കൊണ്ടുവന്ന് അതിൽ താഴ്ത്തി. എന്നിട്ട് ഗോപാലാദവിനോട് പറയാണ്, ചവിട്ടി അമർത്തു ബായ്. ഗോപാലാദവ് ഒന്ന് മടിച്ചു നിൽക്കാം. കാരണം ഗോപാലാദവ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാ. അദ്ദേഹത്തിനോട് അമർത്താൻ പറഞ്ഞ ആൾ എന്ത് ചെയ്യും? അങ്ങനെ ആള് ഒന്ന് ശങ്കിച്ചു നിൽക്കാണ് അവിടെ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ വേറൊരു വലിയൊരു കഥയുണ്ട്. ആ ഒരു കഥയാണ് അവസാന ഭാഗത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്വിസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് നമ്പരത്തോടെ അല്ലാതെ അത് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത്രയും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കഥയുടെ അവസാനത്തിലാണ് ഉള്ളത്. അത്രയും വലിയൊരു ട്വിസ്റ്റാണ് ആ ഒരു കഥയുടെ അവസാനം ഉള്ളത്. അത്രയും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. പിന്നെ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എടിയ നമുക്ക് വില അറിയാത്തോണ്ടാ. പണ്ട് അവരൊക്കെ 9 മക്കളായിരുന്നു. അപ്പൊ അപ്പൻ എപ്പോഴും പറയും, അന്നത്തെ കാലത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു നേരത്തെ ആഹാരം കിട്ടാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു റിസ്ക് കിട്ടുന്നത് ഒരു പെരുന്നാളാവുമ്പോഴോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അതൊന്നും കാണുന്നില്ല. അപ്പൊ അതിന്റെ ഒന്നും വില അറിയില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയില് തന്നെ കുറേ ഭാഗത്ത് നോർത്തിലൊക്കെ ഇപ്പോഴും പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ഇടയ്ക്ക് തന്നെ ഗാസയില് യുദ്ധം നടക്കുന്ന കാരണം ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് ഇട്ട് കൊടുക്കാം. മണ്ണാവുന്നുണ്ട്, ചെളിയാവുന്നുണ്ട്. പക്ഷെ ആരും അത് വകവെക്കുന്നില്ല. അവർക്കൊരു നേരത്തെ ആഹാരം, അതിനുവേണ്ടി കെഞ്ചുന്ന ഒരവസ്ഥ. അത്തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോഴും ആർഭാടത്തിലും അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ചുറ്റും പട്ടിണി അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം പാഴാക്കാതിരിക്കുക, ആർഭാടത കാണിക്കാതിരിക്കുക. അങ്ങനെ ഒരു സന്ദേശം നൽകുന്ന ഒരു കഥയാണ് ബിരിയാണി. തീർച്ചയായും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥ. അത്രയും നമ്മളെ നൊമ്പരം കൊള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു കഥയാണ് ബിരിയാണി. ഇതിലെ മറ്റൊരു കഥയാണ് നായ്ക്കാപ്പ്. കുമ്പളയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഇളയച്ചന്റെ അടുത്തേക്ക് ഒരു കഥ തേടി പോകുന്ന സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ഒരു അനുഭവമാണ് നായ്ക്കാപ്പ് എന്ന കഥ. നായ്ക്കാപ്പ് എന്നത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. കഥാകൃത്തിന് കഥകളൊന്നും കിട്ടാതിരുന്ന ഒരു സമയം, ഏകാന്തതയിലായിരുന്ന ഒരു സമയം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇളയച്ചൻ അദ്ദേഹത്തിനോട് പറയാണ്, എടാ നീ കുമ്പളയിലോട്ട് വാ, അവിടെ ഒരു തമിഴനുണ്ട് പേരഴകൻ, നീ അവന്റെ അടുത്തേക്ക് വായു, അവന്റെ കഥ കേട്ടാൽ മതി, നിനക്ക് ആവശ്യത്തിനുള്ള കഥ അതിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് പറയാണ്.
അങ്ങനെ നമ്മുടെ കഥാകൃത്ത് കുമ്പളയിലോട്ട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തി. പക്ഷെ ആ നേരത്തെ എത്തിയ സമയം എന്ന് പറയുന്നത് വളരെ രാത്രിയായി, മഴയുള്ള ഒരു സമയം. ആരെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വാഹനം ഒന്നും കിട്ടാനില്ല. അപ്പൊ അദ്ദേഹത്തിന് വഴികാട്ടിയായി കിട്ടുന്നത് തീർത്ഥൻ എന്നൊരു വ്യക്തിയെയാണ്. തീർത്ഥനെ പറ്റി അദ്ദേഹം കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മഴത്തുള്ളി പോലെ തൂങ്ങി നിൽക്കുന്ന 60 വോൾട്ട് ബൾബിന് താഴെ ഞാൻ അവന്റെ മുഖം വ്യക്തമായി കണ്ടു. അയാളുടെ കണ്ണ് പോളക്കുരു വന്ന് വീർത്ത് കുടംപുളിയുടെ കഷ്ണം പോലെയായിട്ടുണ്ട്. ഞരമ്പുകളുടെ ലോലമായ വലയ്ക്കകത്ത് ഇരവിഴുങ്ങിയ ചിലന്തിയെ പോലെ അനങ്ങാതെ കിടക്കുന്ന കൃഷ്ണമണി. വെട്ടാതെയും കഴുകാതെയും വെറുതെ ഇട്ടിരിക്കുന്ന ചുരുളൻ മുടി, 6 അടി പൊക്കം, കാൽമുട്ടുകൾ കവിഞ്ഞു നിൽക്കുന്ന മെലിഞ്ഞ നീണ്ട കൈകൾ, ചെവി തുളച്ച് വട്ടത്തിൽ കമ്മൽ പോലെ ഒരു ചെമ്പ് കമ്പി ഇട്ടിട്ടുണ്ട്. പുറത്തെ ഇരുട്ടിനോട് മത്സരിക്കാൻ എന്ന വണ്ണം പുകയിലയിട്ട് കറുപ്പിച്ചെടുത്ത അനുസരണയില്ലാത്ത പല്ലുകൾ. പിന്നെ നോക്കുമ്പോൾ തീർത്ഥന്റെ സംസാര രീതിയും ഒരു വ്യത്യസ്തമായതായിരുന്നു. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞൊരു പെരുമാറ്റം, ഭീഷണിയുടെ സ്വരം, ഇതൊക്കെയായിരുന്നു തീർത്ഥന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കഥാകൃത്തിന് ഭയപ്പെടുകയാണ് അവിടെ. പക്ഷെ ഇഷ്ടമല്ല മനസ്സോടു കൂടിയും അദ്ദേഹം തീർത്ഥന്റെ കൂടെ യാത്ര പോവാം. അങ്ങനെ കുമ്പളയിലോട്ട് അവർ ഒരുമിച്ച് പോവാണ്. പോണ സമയത്താണ് തീർത്ഥന്റെ കഥ കേൾക്കുന്നത്. തീർത്ഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നുള്ളൊരു കഥ പറയുന്നത് അവിടെയാണ്. അപ്പൊ കഥാകൃത്തിന് അവിടെ നിന്ന് തന്നെ ഒരു കഥ കിട്ടുകയാണ്. നമുക്ക് അത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥ തന്നെയാണ് അവിടെയുള്ളത്. അങ്ങനെ തീർത്ഥൻ ആ ഒരു കഥ കേട്ടതോടെ കഥാകൃത്തിന് പിന്നീട് മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ്. പേരറികന്റെ കഥ കേൾക്കാൻ നിൽക്കുന്നില്ല, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാണ് ഈ കഥയിലുള്ളത്. ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം വ്യക്തികളുണ്ട്. നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ എന്ത് റോഡ് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ ആളെ അങ്ങനെ ആക്കി തീർത്ത സാഹചര്യം വേറെ ആയിരിക്കാം. അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് പിന്നിലും ഓരോ കഥയുണ്ട്. അങ്ങനെ ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ ഓരോന്ന് മനസ്സിലാവും, എന്തുകൊണ്ടാണ് ആൾ അങ്ങനെ ആയതെന്ന്. അതുപോലെ നമുക്ക് ചുറ്റും ഇതുപോലെ ഓരോ വ്യക്തികളുടെ പിന്നിലും ഓരോ കഥയുണ്ടെന്ന് കാണിക്കുന്ന ഒരു അനുഭവമാണ് സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ഒരു അനുഭവമാണ് നായിക്കാപ്പ് എന്ന കഥ. നായിക്കാപ്പിന് ശേഷമുള്ള മറ്റൊരു കഥയാണ് മനുഷ്യാലയങ്ങൾ. ബിരിയാണിക്ക് ശേഷം എന്നെ സ്പർശിച്ച മറ്റൊരു കഥയാണ് ഇത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കടവിരാജുവും നവാസും. നവാസ് ഒരു വീട് പണിയാനായിട്ട് പോവാ. അപ്പൊ ആ സമയത്തിന് അദ്ദേഹത്തിന്റെ പഴയ വീട് ആൾക്ക് പൊളിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മേസ്തിരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 2 പണിക്കാരെ വിടുന്നത്. അതിലൊരാളായിരുന്നു കടവിരാജു. അങ്ങനെ അവര് വീട്ടുമുറ്റത്ത് വെച്ച് കണ്ടുമുട്ടാണ്. ആ ഒരു സമയത്ത് അവർ 12 വർഷം പിൻപിലോട്ട് പോവാണ്. അപ്പൊ അന്നത്തെ കാലത്ത് അവർ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അന്ന് 12 വർഷങ്ങൾക്ക് മുൻപ് രാജു ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പള്ളി മഖാം റോസിന്റെ അവസാന ദിവസം വിശ്വാസികൾക്ക് വിളമ്പാൻ പള്ളിമുറ്റത്തെടുത്തു വെച്ച നെയ്ച്ചോറിൽ മണ്ണെണ്ണ ഒഴിച്ച വർഗീയവാദിയാണവൻ. രാജു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. പക്ഷെ നവാസിന് വേണമെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ നവാസ് ചെയ്യുന്നത് അതിലും വലിയൊരു തെറ്റാണ്. അത്തിക്കാവില് ഭഗവതിയുടെ വിഗ്രഹം പിഴുതെടുത്ത് അതിന്മേൽ ഗ്ലാസ് നിരത്തി വെച്ച് ഒഴിച്ച് കുടിച്ചത് എന്തൊരു വലിയ തെറ്റാണല്ലേ. ഒരാളൊരു തെറ്റ് ചെയ്തു, അതിന് പകരമായിട്ട് മറ്റേ ആള് വേറെ അതിലും വലിയൊരു തെറ്റ് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ കാണുന്നത് സിരകളിൽ ആർത്തിരമ്പിയ മതവർഗീയതയാണ് രാജുവിനെയും നവാസിനെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് അവര് ഈ ഒരു സംഭവത്തിന് ശേഷം കണ്ടുമുട്ടിയാൽ പരസ്പരം വെട്ടി കഷ്ണങ്ങളാക്കാൻ ആയുധങ്ങൾ കരുതി വെച്ച ദിനങ്ങളായിരുന്നു. ഇങ്ങനെ അവരുടെ മനസ്സിൽ ശത്രുതയൊക്കെ തോന്നി പകയൊക്കെ വെച്ച് പുലർത്തി ഒരു ദിവസം രാജു നവാസിനെ ബസ്സിൽ വെച്ച് വെട്ടാം. ജീവനൊന്നും പറ്റിയില്ല, പക്ഷെ ആ ഒരു വെട്ട് ഏറ്റിട്ട് ആളുടെ കൈക്കാണ് വെട്ടുന്നത്. പിന്നീട് 12 വർഷങ്ങൾക്ക് ഇപ്പുറം അവരിപ്പോഴാണ് നവാസിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നത്. അപ്പോ അവിടുത്തെ മേസ്തിരി നവാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എടോ നവാസേ, പഴകുമ്പോൾ വീടുകൾക്ക് അറ്റകുറ്റപ്പണി ചെയ്യാറില്ലേ? അതുപോലെ മനുഷ്യന്റെ മനസ്സും ഒന്നഴിച്ചു പണിയണം. ഒന്നും കൂടി ഞാൻ വായിക്കാം. എടോ നവാസേ, പഴകുമ്പോൾ വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യാറില്ലേ? അതുപോലെ മനുഷ്യന്റെ മനസ്സും ഒന്നഴിച്ചു പണിയണം. ഇത് നവാസിന് കൊടുക്കുന്ന ഒരു ഉപദേശം മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും
എപ്പോഴെങ്കിലും നമുക്ക് ആരുടെങ്കിലും ഒരു ഇത് തോന്നി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നി, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം വെക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇതിലൂടെ. പിന്നീട് അവർ തമ്മിൽ സംഭാഷണമോ, രാജുവും നവാസും തമ്മിൽ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടേ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. രാജുവിന്റെ ജോലി നോക്കുകയാണ്. പക്ഷെ രാജു ഒരു നല്ല കാര്യം അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷിക്കൂട് ഉണ്ടായിരുന്നു. ആ പക്ഷിക്കൂട് വീഴാറായി നിൽക്കുന്നത് കണ്ടപ്പോ ആളത് നല്ല രീതിയിൽ കെട്ടി ഉറപ്പിച്ച് നിർത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ നവാസ് വിചാരിക്കുകയാണ് രാജു എല്ലാം മറന്നിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രാജു ഇതൊന്നും മറന്നിട്ടില്ല എന്നുള്ളത്. അത് ആ ഒരു ഭാഗം വായിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലവ് ബേർഡ്സിനെയും പെറ്റ്സിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു കഥയുടെ അവസാനം വായിക്കാൻ ഭയങ്കര വിഷമം. കാരണം പിന്നെ നമുക്ക് തോന്നും അയ്യോ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഭാഗം. ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിപ്പോ തന്നെ വാർത്തകളിൽ പലപ്പോഴും കാണുന്ന പല വാർത്തകളും, അതായത് ബസ് ഓവർടേക്ക് ചെയ്തിട്ട് അതിന് പക വീട്ടാനായിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പക ഉള്ളിൽ സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. അത്തരം വാർത്തകളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ചിലതരം മനുഷ്യരുടെ മാനസികാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന കഥയാണിത്. ഈ കഥയിൽ തന്നെ ഒരു വാചകമുണ്ട്. അത് എന്താ പറയാ, വളരെയധികം നമ്മളെ സ്പർശിക്കുന്ന ഒരു വാചകമാണ്. പക ഓർമ്മയുടെ വിനാഗിരിയിൽ ഇട്ടുവെച്ച കാന്താരി മുളക് പോലെയാണ്. കാലപ്പഴക്കം മൂലം ഇത്തിരി എരിവ് കുറഞ്ഞേക്കാമെങ്കിലും അതൊരിക്കലും നശിച്ചു പോകില്ല. ഈ കഥയിലും ഇത് തന്നെയാണ് കഥാകൃത്ത് നമ്മളോട് പറയുന്നത്. പക 12 വർഷങ്ങൾക്ക് ശേഷം പക മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു കഥ. അപ്പോൾ ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ ഒരു പക മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, അതെല്ലാം മറക്കാം എന്നൊരു ആഹ്വാനം കൂടി ഈ ഒരു കഥയിൽ നമുക്ക് തരുന്നുണ്ട്. മറ്റൊരു കഥയാണ് UVWXYZ. അക്ഷരമാലകൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞ റംലയുടെ കഥയാണിത്. റംലയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം അവൾക്ക് അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവളുടെ ചുമലിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് റമലയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു പയ്യൻ, 4 വയസ്സുകാരൻ പയ്യന് ഒരു രോഗം ബാധിക്കുന്നത്. ബാല TB അല്ലെങ്കിൽ പ്രൈമറി കോംപ്ലക്സ് എന്നൊക്കെ പറയും. അപ്പൊ ആ രോഗം വന്നപ്പോൾ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് 3 മാസം ഇഞ്ചക്ഷൻ എടുക്കണം, തുടർച്ചയായിട്ടുള്ള ഇഞ്ചക്ഷൻ. പിന്നീട് കഥയിൽ കാണിക്കുന്ന സംഭവങ്ങള് ആശുപത്രിയായിട്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴുള്ള ഓരോ സംഭവങ്ങളും ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് പിന്നീട് കഥയിൽ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നീട് അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് 3 കൊല്ലം മരുന്ന് കഴിക്കണം. അതും ഒരു നേരം 2 ഗുളിക വെച്ചിട്ട് ഒരു ദിവസത്തിൽ 6 ഗുളിക കഴിക്കണമായിരുന്നു. അപ്പോ ആ ഒരു കുട്ടിയുടെ അമ്മ പറയുന്ന ഒരു വേവലാതിയാണ്, അവൻ സ്കൂളിൽ വിട്ട എന്ത് ചെയ്യും, അവൻ ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാൻ പറ്റുമോ, അവൻ കഴിക്കുമോ, അവൻ എങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ സ്കൂളിലേക്ക് വിടും, അങ്ങനെയൊക്കെയുള്ള ഒരു വേവലാതി. ഇവിടെ ഒരു അമ്മയുടെ വേവലാതികൾ കൂടി കഥാകൃത്ത് വരച്ചിടുകയാണ്. അങ്ങനെ അമ്മ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എന്നാൽ റമലേനെയും കൂടി സ്കൂളിൽ ഇവന്റെ കൂടെ വിടാമെന്ന്. അങ്ങനെ റംലയും പോയി പഠിക്കുകയാണ്. ആ ഒരു കൊച്ചു പയ്യന്റെ രോഗം റംലയ്ക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസരം നൽകുകയാണ്. വളർന്നു വലുതായി ആ 4 വയസ്സുകാരൻ ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു ബാർ ലീസിനെടുത്ത് നടത്തുകയാണ്. റംല ആകട്ടെ അംഗനവാടി ടീച്ചറും. ഈ ഒരു കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ഇവർ തമ്മിലൊരു കണ്ടുമുട്ടലാണ്. ഈ കണ്ടുമുട്ടുമ്പോൾ റമലയുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ചെറുപ്പകാലത്തിൽ നടന്ന ഈ കാര്യം ഓർക്കുകയും അങ്ങനെയൊക്കെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതങ്ങളിലെ ചിലതിന്റെ നോവ് മറ്റു ചിലതിന് താങ്ങായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്, അല്ലേ? ആ ഒരു കൊച്ചു പയ്യന്റെ രോഗം, ആ ഒരു നോവ് മറ്റു ചിലതിന് താങ്ങായി മാറുന്നു. റമലയ്ക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ആ ഒരു രോഗം. ഒപ്പം വിവിധ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കരച്ചിലിനെ ഭീരുത്വത്തിന്റെ പ്രതീകമായി കാണുന്ന പൊതുബോധത്തിലേക്കും അതിന്റെ വെളിച്ചത്തിൽ സോഷ്യൽ കണ്ടീഷനിങ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികളെയും ഞാൻ ഓർത്തു. മതത്തിന്റെ പേരിൽ നടക്കുന്ന പകയും ഈ കഥയിൽ നമുക്ക് കാണാം. അങ്ങനെ സാമൂഹിക പ്രസക്തി ആർജിക്കുന്ന പല വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥയാണ് UVWXYZ. ഇതിലെ മറ്റൊരു കഥയാണ് മരപ്രഭു. ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം ദാസപ്പൻ. അദ്ദേഹത്തിന് അച്ഛനില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അച്ഛനെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ഒരിക്കൽ കോവിലകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ട് പറയാണ്, എടാ ഇതാ ശ്രീ പത്മനാഭൻ സ്വാമിയാണ് നിന്റെ അച്ഛൻ. പിന്നീട് ദാസപ്പൻ വലുതായിട്ടും വിശ്വസിക്കുന്നത് അദ്ദേഹമാണ്, ഈശ്വരനാണ് തന്റെ അച്ഛനെന്നാണ്. അപ്പൊ ദാസപ്പന് മാത്രം ഈശ്വരനോട് സംസാരിക്കാൻ പറ്റും, വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല. ദാസപ്പൻ മാത്രം സംസാരിക്കുന്നു, ദാസപ്പന് മാത്രം കാണാൻ പറ്റുന്ന ഈശ്വരൻ. അങ്ങനെ ഒരിക്കൽ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഈശ്വരൻ ദാസപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാളെ നിലവറ തുറക്കുന്ന ദിവസമാണ്. നീ നോക്കിക്കോ ഇവിടുത്തെ തിരക്ക്. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നിനക്ക് അറിയോന്ന് ചോദിക്കാണ്. അപ്പൊ ദാസപ്പൻ സ്വാഭാവികമായിട്ടും പറയുന്ന മറുപടി എന്തായിരിക്കും? ഭക്തി. ഭക്തി കൊണ്ടല്ലേ അവരൊക്കെ വരുന്നത്. അപ്പൊ ഈശ്വരൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഭക്തി കൊണ്ടാണെങ്കിൽ നട തുറക്കുമ്പോൾ വന്നാ പോരെ, നിലവറ തുറക്കുമ്പോൾ വരുന്നത് എന്തിനാണ്? ഞാൻ എത്ര വലിയ പണക്കാരനാണെന്ന് അവർക്കറിയണം. ബിൽഗേറ്റ്സിനെയും അംബാനിയെയും പോലെ ഇന്ന് ദൈവങ്ങൾക്കിടയിലുമുണ്ട് സമ്പന്നന്മാരുടെ പട്ടിക. നീ പറഞ്ഞ ഭക്തർക്കിടയിൽ ഈശ്വരനല്ല കോടീശ്വരനാണ് ഡിമാൻഡ്. നീ നോക്കിക്കോ, നാളെ നേരം പുലരട്ടെ, അപ്പോ ഞാനായിരിക്കും ഈ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ദൈവം. ശ്രീ പത്മനാഭന്റെ നിലവറ എന്ന് ലോകം പറയുമ്പോൾ ജനങ്ങളുടെ നിലവറ എന്ന് സദ്ധൈര്യം പറയുന്നു കഥാകൃത്ത്. ഇവിടെയൊക്കെ ഈ കഥയിൽ കാണിക്കുന്നത് ഇന്ന് ഭക്തിക്കെല്ലാം മുൻതൂക്കം. ഇന്ന് ഓരോ മതങ്ങളും മതസ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. കഥാകൃത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഈശ്വരൻ ഉണ്ടെങ്കിൽ അതുണ്ട്, അതിനെ പിന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉണ്ടാക്കിയാലല്ലേ പുതുക്കി പണിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ചിലതുണ്ടാക്കും, ചിലര് അതുണ്ടാക്കും. എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ കച്ചവടം ചെയ്യാൻ പറ്റൂ. അത്തരത്തിൽ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുന്ന കഥയാണ് മരപ്രഭു. പിന്നീടുള്ള ഒരു കഥയാണ് ലിഫ്റ്റ്. ഒരു വാക്കിലുള്ളത് പോലെ തന്നെ ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് പണി മേടിച്ച് കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കഥ. അദ്ദേഹത്തിന്റെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് കോളേജ് പിള്ളേരായിക്കോട്ടെ സ്കൂൾ പിള്ളേരായിക്കോട്ടെ ലിഫ്റ്റ് അടിക്കുന്നത്. നമുക്കറിയില്ല ഓരോ കുട്ടികൾ എങ്ങനത്തെയാണെന്നുള്ളത്. പരമാവധി നമുക്ക് അറിയുന്നവർക്ക് മാത്രം ലിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. കാരണം ഓരോ കുട്ടികളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പിന്നീട് കഥയുടെ ഏറ്റവും അവസാനത്തെ ഒരു ചെറുകഥയാണ് ആട്ടം. ബാലൻ പണിക്കർ എന്ന തെയ്യം കലാകാരനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ചു കൂട്ടം ആൾക്കാർ എത്തുകയാണ്. അപ്പൊ അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആടിവേടൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള മിത്ത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഓരോ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഥയിൽ നമുക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും കിട്ടും. ആടിവേടൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ ഡോക്യുമെന്ററി അവർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആടിവേടം കെട്ടിയിട്ട് കുട്ടിത്തയ്യം കെട്ടിയിട്ട് ഒരു ആള് വേണം. അതിന്റെ വീഡിയോയും കൂടി അവർക്ക് എടുക്കണം. അങ്ങനെ അന്വേഷിച്ചപ്പോ ആരും കിട്ടാനില്ല. ആദ്യം കിട്ടിയത് ഒരു ബംഗാളി കുട്ടിയായിരുന്നു, ബബ്ലു എന്ന 13-കാരനെ. അപ്പൊ ഇവിടെ കാണിക്കുന്നത് എന്തിനും ഏതിനും മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കുന്ന മലയാളി മനസ്സിനെ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ. നമുക്കൊന്നിനും ഇപ്പൊ മലയാളികളെക്കാൾ കൂടുതൽ മറുനാടൻ തൊഴിലാളികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ ഒരു ആശയമാണ് ഈ കഥയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ 7 സാമൂഹിക പ്രസക്തിയുള്ള 7 ചെറുകഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഓരോ കഥയും നമുക്ക് വളരെ എന്താ പറയാ, ഒരു കഥ കഴിയുമ്പോൾ അടുത്ത കഥ എങ്ങനെയായിരിക്കും അറിയാൻ വളരെയധികം ആകാംക്ഷയുള്ള ഒരു കഥ ഓരോ കഥകളും. പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വായിക്കാൻ തോന്നും. ഇങ്ങനെ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് അത്ര കടുകട്ടി ഭാഷ അങ്ങനെയൊന്നുമല്ല, നല്ല രസമായിട്ട് വായിച്ചിരിക്കാവുന്ന ഒരു പുസ്തകമാണിത്. ഈ ഒരു പുസ്തകം എനിക്ക് സന്തോഷ് ചേച്ചിക്കാരൻ സാറിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന കൃഷ്ണകുമാർ സാറിനും ഹിര മിസ്സിനും എന്റെ ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു അന്ന. ശ്രീ സന്തോഷ് ഏച്ചിക്കാനം സാറ് കൂടെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടാം. 1971 കാസർഗോഡ് ജില്ലയിലെ ബെഡഡക്കയിൽ ജനിച്ച ശ്രീ സന്തോഷ് ഏച്ചിക്കാനം മലയാള സാഹിത്യത്തിലും സിനിമാ രചനയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത കഥാകാരനും. കോമാല എന്ന കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ പേര് വിശാലമായി അറിയപ്പെട്ടു. തുടർന്ന് ഈ ഒറ്റ കഥകളും അന്നയും റസൂലും ചന്ദ്രേട്ടൻ എവിടെയാ പോലുള്ള പ്രശസ്ത സിനിമകൾക്കുള്ള തിരക്കഥകളും മലയാളികൾക്ക് സമ്മാനിച്ചു. ഇന്നിവിടെ ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ കൃതി ബിരിയാണിയെ ആസ്പദമാക്കി അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം സാറിനെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പൊ ഇത് മൂത്തകുന്നം BEd കോളേജ് അല്ലേ? ആ മൂത്തകുന്നം BEd കോളേജിലെ കൃഷ്ണകുമാർ സാറിനും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കാരണം നിങ്ങൾ എൻ്റെ ഈ ബിരിയാണി എന്ന് പറയുന്ന സമാഹാരം ഇന്ന് നിങ്ങളുടെ പ്രതിവാര ചർച്ചയിൽ ഉൾപ്പെടുത്തി എന്നറിഞ്ഞതിൽ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറ ഇത് വായിക്കുന്നു എന്നും
ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നും അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബിരിയാണി 2016 എഴുതുന്ന ഒരു കഥയാണ്, 16 എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ അത് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതുന്നതിന് മുമ്പ്, അത് എഴുതുന്നതിന് 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു സിനിമ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊഡ്യൂസറുടെ കല്യാണമായിരുന്നു, വിവാഹമായിരുന്നു. അപ്പോൾ ആ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു വലിയ ഒരു സ്റ്റാർ ഹോട്ടലിലാണ് വിവാഹം നടന്നത്. അപ്പോൾ രാത്രിയായിരുന്നു കല്യാണം, മുസ്ലിം കല്യാണം ആയതുകൊണ്ട് രാത്രിയായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോയപ്പോൾ അത് വളരെ ആർഭാടമായിട്ട് നടന്ന കല്യാണമാണ്. എല്ലാ കല്യാണങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പന്നന്മാരുടെ എല്ലാ കല്യാണവും അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പല വിവാഹങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ധൂർത്തും, ആഹാരത്തിന്റെ ധൂർത്ത് നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ചിലപ്പോൾ ആ കഥ എഴുതാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ പ്രത്യേകം അവിടുത്തെ വിഭവങ്ങളും മറ്റും ശ്രദ്ധിക്കുകയും, ഈ വിഭവങ്ങളുടെ കാര്യം മാത്രമല്ല, ഇത് കഴിക്കാൻ വരുന്നവരുടെ ഒരു ഭയങ്കരമായ പ്രശ്നമുണ്ട്. കാരണം ഈ ബുഫേ സിസ്റ്റം വന്നതോടുകൂടിയിട്ട് മനുഷ്യന് ഭയങ്കരമായ ആർത്തിയാണ്. എത്രമാത്രം ആർത്തിയാണ് മനുഷ്യനുള്ളത് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. കാരണം പണ്ടാണെങ്കിൽ നമ്മൾ ഒരു സദ്യ വിളമ്പുമ്പോൾ നമുക്ക് സാമ്പാർ വേണോ, അവിയൽ വേണോ, മറ്റേ ഇത് തോരൻ വേണോ, മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടാണ് ഇത് വാങ്ങാറുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് എടുക്കാം. പിന്നെ മാത്രമല്ല, ഈ തന്റെ ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ പറയുന്ന പോലെ ആഹാരം ധൂർത്തടിച്ച് കളയുന്ന ഒരു പതിവ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലേക്ക് വന്നപ്പോൾ ആ ഹോട്ടലിന്റെ വെളിയിൽ ഒരാൾ ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്തിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് എൻ്റെ അടുത്ത് സാധാരണ ഒരു യാചകനാണ് പുള്ളി. അപ്പൊ അദ്ദേഹം എൻ്റെ നേരെ കൈ നീട്ടുകയും കാശ് ചോദിക്കുകയും ചെയ്തു. അപ്പൊ രാത്രി ഏതോ ഒരു ടൈം ആയിട്ടുണ്ട്, 10 മണി ആയിട്ടുണ്ട്. അപ്പൊ അയാൾ ഒരു അന്യദേശ തൊഴിലാളിയോ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അയാള് എനിക്ക് തോന്നുന്നു ഇടുക്കിന്നോ അതുപോലെ തന്നെ വയനാട്ടിൽ എവിടുന്നോ വന്നുപെട്ട ഒരു സാധാരണ കർഷകനെ പോലെ എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ കയ്യിൽ കൊടുക്കാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ പോക്കറ്റ് കാശൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്തരത്തിൽ നമ്മുടെ നേരെ കൈ നീട്ടുന്ന കുറെ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാണ്ടിരുന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. അപ്പൊ പക്ഷെ അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയും ഈ മനുഷ്യൻ തോർത്തെടുത്ത് ആ വലിയ സ്റ്റാർ ഹോട്ടലിന് വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിനെ ഹോണ്ട് ചെയ്യുകയും, അപ്പൊ അത് പിന്നീട് മെല്ലെ 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 എൻ്റെ മനസ്സിന്റെ അകത്ത് ഒരു കഥയായിട്ട് മെല്ലെ മെല്ലെ രൂപപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ഇയാൾ ഇതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഇടുക്കിയുടെയോ അല്ലെങ്കിൽ വയനാട്ടിന്റെയോ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് അയാളുടെ കൃഷിയും മറ്റു സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ അവിടുന്ന് എവിടുന്നോ വണ്ടി കയറി രാത്രി ഏതോ സമയത്ത് ഏതോ ദിവസം ഒറ്റപ്പെട്ട് ഈ നഗരത്തിൽ വന്നു ചേർന്നതാണെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള എത്രയോ കർഷകന്മാരുടെ ജീവിതമാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു വരൾച്ച ആരാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവും. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവം, ഈ പറയുന്ന 1970-80 കാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കർഷകന്മാരുടെ അതിദുരിതത്തെക്കുറിച്ചാണ്, അതിതീവ്രമായ ദുരിതത്തെക്കുറിച്ച് പറയുന്ന, ദുരിതങ്ങളെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. അപ്പോ നമ്മൾ ഞെട്ടിപ്പോവും. അതിന്റെ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചില വീടുകളിലേക്ക് പോയപ്പോ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന്റെ അകത്ത് നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നില്ല, സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ നാണം കൊണ്ടും മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അവർക്ക് വസ്ത്രങ്ങളില്ലാതെ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വസ്ത്രങ്ങളില്ലാതെ പോകുന്ന ആൾക്കാർ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതൊക്കെ 65, 70, 80 കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, ഞാൻ ഈ സമീപകാലത്ത് ബംഗാളിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇതേപോലെ അതിർത്തി പ്രദേശങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ പുതക്കാൻ പുതപ്പുകളില്ല. ഈ ഭയങ്കരമായ ഈ ഡിസംബർ മഞ്ഞില് അവർക്ക് പുതക്കുവാൻ പുതപ്പുകളില്ല.
അവരുടെ വീട്ടിലുള്ള അണ്ടർവെയർ അടക്കം തുന്നി എടുത്തിട്ടാണ് അവർ പുതപ്പുണ്ടാക്കുന്നത്. കുട്ടികള് പൂട്ടിട്ട് മാത്രമല്ല, അവർ വസ്ത്രം ഒരു ട്രൗസർ മാത്രമൊക്കെ ഉള്ളൂ, അവർക്ക് ഷർട്ട് ഇടാനില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ ഇത്തരത്തില് അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ സാഹചര്യം കടന്നു പോകുന്നത്. നമ്മളിവിടെ ഭയങ്കരമായിട്ട് നമ്മൾ 7% വളർച്ച മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഇത് ആരുടെ വളർച്ച എന്നുള്ളത് ഏറ്റവും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് സാധാരണക്കാരന്റെ വളർച്ചയാണോ? അല്ല. 2014 ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പും 2014 ശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഭയങ്കരമായ വളർച്ച എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25% അത് ആളുകൾ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 25% ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതില് ഏകദേശം ഒരു 2 കോടി 3 കോടി ആൾക്കാരോളം ആളുകൾ 2 നേരം അല്ലെങ്കിൽ 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതിൽ എത്രയോ കോടി ആൾക്കാർ സ്ലമ്മില് പട്ടികളെ പോലെ കിടന്ന് നരകിച്ച് ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ സാഹിത്യം എപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പറയുന്ന 7% വളർച്ചയിൽ ഈ പറയുന്ന ജനങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന പോലെയുള്ള ഈ സമ്പന്നത ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ബിരിയാണി എന്ന് പറയുന്ന കഥയെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കഥ വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോ ഈ പറയുന്ന ഈ 75 80 90 കാലഘട്ടങ്ങളിലൊക്കെയുള്ള ഈ അനുഭവങ്ങൾ, ഈ പുസ്തകത്തിൽ എഴുതുന്ന അനുഭവങ്ങൾ അവിടുത്തെ ജന്മിത്വത്തിന്റെ പ്രശ്നങ്ങളാണ് ശരിക്കും വരുന്നത്. അപ്പൊ കോർപ്പറേറ്റുകൾ ഇവിടെ കടന്നു വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ദേശാഭിമാനി കഴിഞ്ഞ കൊല്ലം അതിനു മുമ്പേത്തിലൊക്കെ ദേശാഭിമാനിയിൽ വന്ന ചിൽഡ് ബിയർ എന്ന് പറഞ്ഞൊരു കഥ. ആ ചിൽഡ് ബിയർ എന്ന് പറഞ്ഞ കഥ ഈ ബിരിയാണിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ എഴുതിയാണ്. അത് കോർപ്പറേറ്റുകൾ എങ്ങനെ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ കാണിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വലിയ വലിയ പഠനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശതകോടീശ്വരന്മാർ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശതകോടീശ്വരന്മാർ ഇവിടെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലൊക്കെ അത് ഭയങ്കരമായിട്ട്, ഇപ്പോൾ ട്രംപിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അത് അമേരിക്കയിലൊക്കെ ഭയങ്കര സ്ഫോടനാത്മകമായ രീതിയിലേക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താവും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടി വളർച്ചയായിരിക്കണം, ഓരോ ആൾക്കാരുടെയും വളർച്ചയായിരിക്കണം, അല്ലെ? എല്ലാവർക്കും, ആർക്കും പട്ടിണി കിടക്കാൻ വേണ്ടി പറ്റാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ വളർച്ചയോടുകൂടി ഇന്ത്യ എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാത്ത ഒരു വളർച്ചയെ നമുക്ക് വളർച്ചയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ ഈ സാമ്പത്തികമായി മുരടിച്ചു പോയ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മറ്റേ ഇയാള്, നമ്മുടെ അതിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ, ബിരിയാണിയുടെ ഗോപാൽ യാദവ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോ നമ്മളിവിടെ ഈ ഭക്ഷണത്തിന്റെ, ഇത് ശരിക്കും ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ ഒരു തരത്തിലുള്ള കാമ്പില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങളാണ്. കാരണം ഞാനിത് കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ ആ കഥ എഴുതിയത് കൊണ്ട് അതിൽ മുസ്ലിം കഥാപാത്രങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ആ വിഷയമൊന്നും അല്ല സംസാരിക്കേണ്ടത്, മറിച്ച് സംസാരിക്കേണ്ടത് ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള, ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കഥ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അത് വായിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളും കൂടി ആ വായന നിങ്ങളിലേക്ക് എത്തുന്നു എന്നറിയുന്നതിലും അതിലേറെ എനിക്ക് സന്തോഷമുണ്ട്. വെൽക്കം. കേൾക്കുന്നില്ലല്ലോ, ഓഡിയോ ഇല്ലേ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട് സാർ.
ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം ഞാൻ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചോദിക്കാം. നമുക്ക് നേരിട്ട് സന്തോഷ് സാറുമായിട്ട് സംവദിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് സന്തോഷ് സാർ. ഞാൻ നമസ്കാരം. സുസ്മിത ടീച്ചറാണ്, കോളേജിന്റെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ സാറ് വന്നതിൽ വളരെ സന്തോഷം. സാറിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ശ്രവിക്കാനായതിലും സന്തോഷം. ഒരു മനുഷ്യ സ്നേഹിയെ ഉള്ള വാക്കുകളാണ് ഞങ്ങളിപ്പോൾ കേട്ടത്. സാറിന്റെ കഥകളിലൂടെ നമ്മുടെ എല്ലാവർക്കും സമത്വം ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ആ ചിന്തകളും നമ്മളുടെ ഇന്ത്യയെ ഒരു പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യയെ എങ്ങനെയാവണം എന്നൊക്കെ സാറ് പറയുമ്പോൾ ആ ഒരു നല്ല ഒരു ചിന്തകൾ സാറിന്റെ കഥകളിലൂടെ എല്ലാവർക്കും പകരുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സാറിന്റെ പുസ്തകം അവതരിപ്പിച്ച അന്ന വളരെ നന്നായിട്ട് തന്നെ ആ പുസ്തകം അവതരിപ്പിച്ചു. കഥകളൊക്കെ നന്നായി തന്നെ പറഞ്ഞു. കേട്ടിരുന്ന എല്ലാവർക്കും ആ കഥകളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഒരു പിക്ചർ കിട്ടി. അപ്പോ തീർച്ചയായിട്ടും വളരെ സന്തോഷം അറിയിക്കുകയാണ് ഈ സമയത്ത്. താങ്ക് യു സാർ. കുമാർ സാർ, ആരെങ്കിലും ഇനിയുണ്ടോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? സാറ് വളരെ എന്താ പറയുക, തിരക്കിന്റെ ഇടയിലാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അന്നയ്ക്ക് അവതരിപ്പിച്ച അന്ന എന്തെങ്കിലും ചോദിക്കുന്നില്ലേ? ഈ നായിക്കാപ്പ എന്ന കഥയില് സാറൊരു തമിഴിന്റെ കഥ അന്വേഷിച്ചിട്ടാണല്ലോ പോണത്, പേരഴകൻ. പിന്നീട് ആ കഥ കേൾക്കാതെ തിരിച്ചു പോകുന്നുണ്ടല്ലോ. പിന്നെ ആ കഥ കേൾക്കാനായിട്ട് എപ്പോഴെങ്കിലും ഒരു അവസരം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് എൻ്റെ ഒരു കഥ യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അത് കഥയേ അല്ല, യഥാർത്ഥത്തിൽ അതൊരു കഥയായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതില് ആ യാത്രയും അതെന്റെ ഒരുപാട് മുമ്പ് എഴുതിയ കഥയാണത്. അത് മുമ്പ് നടന്ന സംഭവമാണ്, പക്ഷെ കഥ എഴുതിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിലിങ്ങനെ ഈ പറയുന്ന പോലെ ഇത് എൻ്റെ ഒരു കസിൻ ബ്രദർ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഈ അന്ന് കാസർഗോഡ് കുമ്പള എന്ന് പറയുന്നത് വളരെ വിജനമായ സ്ഥലമാണ്. ഇന്നുള്ള പോലെ കുമ്പള, ഇന്നിപ്പോ കുമ്പള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു സിറ്റി തന്നെ ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ അന്നത്തെ ഒരു കുമ്പള എന്ന് പറഞ്ഞാൽ അതിവിജനമായ ഒരു കുമ്പളയാണ്. അതും ഈ പറയുന്ന കാസർഗോഡിന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു സ്ഥലം. അപ്പൊ അവിടെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതിന്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു കസിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ കൂടെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു തമിഴൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, അതായത് അയാളുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു 20ാമത്തെ വയസ്സിൽ ഞാൻ ഒരു ഈവനിങ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര ഇടിയും മഴയും ഒക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പൊ പോണ്ട, ഇപ്പൊ പോരുത്, ഈ ഇടിയും മഴയും അതും ഇതും ഭയങ്കര, നമുക്ക് തന്നെ പേടിയായി ഈ സമയത്ത്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ഏതോ ഒരു സമയത്ത് അവിടെ എത്തുകയും ആ ഒരു അജ്ഞാതനായ ഒരു മനുഷ്യന്റെ കയ്യിൽ പെട്ടുപോവുകയും അങ്ങനെ ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തുകയും ചെയ്തു. അപ്പോ ആ നടന്ന സംഭവങ്ങളൊക്കെ അപ്പോ വേറെ എവിടെ ഒരു കൊലപാതകം നടന്നിട്ട് കുറെ ആൾക്കാർ ഒളിവിൽ താമസിക്കുകയാണ് ഒരു സ്ഥലത്ത്. അതിലുള്ള സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ പട്ടി സംസാരിക്കുന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ പിന്നെ കഥയിൽ വരുന്ന ഒരു ഫിക്ഷനിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും അവിടെ അന്ന് സംഭവിച്ച സംഭവങ്ങളാണത്. അതെന്റെ ഒരു ഭയങ്കരമായ ഒരു ഭീകര രാത്രിയായിരുന്നു അത്. ഞാനത് പക്ഷെ എനിക്ക് അവസാനം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം വന്നു. കാരണം എന്നെ അതുവരെ വരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ലാസ്റ്റ് വന്നിട്ട് ഒന്നുമില്ലാതെ ആ സിമന്റ് ബെഞ്ചിൽ രാത്രി വണ്ടിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് ആ പാതിരാത്രിയിൽ എപ്പോഴും അയാൾ തിരിച്ചു വന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ സിമന്റ് ബെഞ്ചിൽ ഇരിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, ഒരു 5 രൂപ തരുമോ എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കണ്ണെന്ന് വെള്ളം വന്നുപോയി.
അപ്പോൾ അയാൾ അവിടെ കിടന്നുറങ്ങുന്നത് നോക്കിയിട്ടാണ് ഞാൻ ബസ് കയറി ട്രെയിൻ കയറി രാത്രി വരുന്നത്. അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ്. ആ കഥക്ക് വേണ്ടി അന്ന് നമ്മൾ ആ കഥക്ക് വേണ്ടി പോയി. പക്ഷെ പിന്നീട് അതന്നെ ഒരു കഥയാണല്ലോ, പിന്നെ എന്തിനാണ് മറ്റേ കഥ കേൾക്കുന്നത്? ഒരു കഥ അന്വേഷിച്ച് പോയിട്ട് വേറൊരു കഥയുടെ അകത്ത് വിട്ട് ആ അനുഭവങ്ങളുമായിട്ട് മറ്റൊരു കഥയുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ അത് നടന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ. അതിൽ ഒരു ഒന്നുമില്ല, അതിന് വേറെ ഒന്നും അതിൽ വെള്ളം ചേർത്തിട്ടില്ല ഞാൻ. ഓക്കെ സാർ, താങ്ക് യു. ആ ഒരു കഥ വായിച്ചതും പിന്നെ സാറിന്റെ ഒരു അനുഭവം ഇപ്പൊ കേൾക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. അന്ന ബിരിയാണി വായിച്ചിട്ട് ആകെ ട്രാൻസ്ഫോംഡ് ആയി ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട്. ഭയങ്കര സന്തോഷം അല്ലേ അല്ലേ അന്ന? അതെ, കാരണം ബിരിയാണി ആ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ അതുപോലെ തന്നെ മനുഷ്യാലയങ്ങള് അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ അതും ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് പെറ്റ്സിനെയും ബേർഡ്സിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതിങ്ങനെ അവസാനത്ത് വയ്ക്കൂ എന്തിനങ്ങനെ ചെയ്തേന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനത്തെ നല്ല നല്ല കഥകള്. ഓക്കെ, ബാക്കി പുസ്തകങ്ങളും കൂടി എടുത്ത് വായിക്കൂ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ഇനി മറ്റുള്ളവരും കൂടെ ചോദിക്കുന്നുണ്ട്. വളരെ വിരളമായ നിമിഷങ്ങളാണ്, ഇങ്ങനെ കിട്ടാറില്ല സാറിന്. പുതിയ സിനിമ നിങ്ങള് ചോദിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ, അല്ലെ വെറുതെ നമ്മുടെ ടൈം കളയണ്ടല്ലോ കേട്ടാ. എനിക്ക് വേറെ സ്ഥലത്തോട്ട് പോകാനുണ്ട്. പറഞ്ഞോ. നമസ്കാരം എല്ലാവർക്കും. എന്റെ പേര് വിശ്വാസ് എന്നാണ്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പം ഒന്ന് സന്തോഷമായിട്ട് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. സന്തോഷം. ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തതിലും സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മാഷ് പറഞ്ഞതുപോലെ അതിഭീകരമായിട്ടുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഈ ബിരിയാണിയുടെ പ്രമേയം. പക്ഷെ നമ്മള് കേരളീയ സമൂഹം ആ കൃതി വായിച്ച് അതിന്റെ ചർച്ച ഏത് രീതിക്ക് പോയി എന്നുള്ളത് അതും കൂടി നമ്മൾ ഈ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇതിന്റെ വിഷയത്തെക്കാളും അന്ന് അതിനെക്കുറിച്ചുണ്ടായ ചർച്ചകൾ വേറെ ഏതൊക്കെ രീതിയിലേക്ക് പോയി, ഒരുപാട് വളരെ മോശമായിട്ടുള്ള, അതായത് കുറച്ച് വർഗീയമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ പോയതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഹിന്ദു എഴുത്തുകാരന്റെ മുസ്ലിം വിരുദ്ധ എഴുത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ വികലമായ വായനകളിലേക്കൊക്കെ പോയതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു മലയാളിക്ക് പൊതുവെ ഈ അടുത്ത മുൻ തലമുറ വരെ ഉണ്ടായിരുന്ന പട്ടിണിയും ഇതൊക്കെ പെട്ടെന്ന് മറന്നവരാണ് കേരളീയ ജനത എന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു കാലത്തും നമുക്ക് സ്വയം പര്യാപ്തത ഭക്ഷണ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പ്രാചീന കാലത്താണെങ്കിലും അരിയൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വരുത്തിയിരുന്നത്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് മറന്ന് നമുക്ക് ഉണ്ടായ ഒരു പുരോഗതിയുടെ പുറത്ത് അതിനൊക്കെ പെട്ടെന്ന് മറക്കാൻ മലയാളിക്ക് പറ്റി. പക്ഷെ അതിനെ മനസ്സിലാക്കുന്നതിന് പകരം എഴുത്തുകാരന്റെ മതത്തെയും കഥാപാത്രങ്ങളുടെ മതത്തെയും അതിന് ഭക്ഷണത്തിന് പോലും മതം കൽപ്പിച്ച് അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് വായന പോയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അത്ര ഇടപെടാൻ പറ്റിയിട്ടില്ല, വായിക്കാൻ പറ്റിയിട്ടില്ല. പിൽക്കാല വായനയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളിയുടെ വായന എന്താ പറയാ, സാഹിത്യകാരനെയും അയാളുടെ എഴുത്തിനെയും എന്തിനു ഭക്ഷണത്തിനെ പോലും മതത്തിന്റെ കള്ളികളിൽ വേർതിരിച്ച് നിർത്തുന്ന രീതിയിലേക്ക് ജീർണിച്ചു തുടങ്ങിയതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ കാലത്തുണ്ടായ അത്തരം ചർച്ചകൾ. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രമേയത്തിനോടൊപ്പം തന്നെ ആ പുസ്തകത്തെ കുറിച്ചുണ്ടായ ചർച്ചകളും നമ്മൾ കാര്യമായിട്ട് തന്നെ ഓർമ്മിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരു രീതിക്ക് മാത്രമല്ലല്ലോ, തിരിച്ചും മീശ പോലെ അല്ലെങ്കിൽ പവിത്രൻ തീക്കുനി മാഷിന്റെ പർദ്ദ പോലെ ഇതെല്ലാ രീതിക്ക് എന്തിനേയും മതത്തിന്റെ കണ്ണിൽ കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത്, ഇപ്പൊ അന്ന പറഞ്ഞതുപോലെ ബിരിയാണിയിൽ എനിക്ക് ബിരിയാണി നമ്മളെ മെല്ലെ മെല്ലെ എന്താ പറയാ, നമ്മളങ്ങടെ അലിയിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മനുഷ്യാലയങ്ങളാണ് ഞാൻ ഏറ്റവും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കഥ. ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് ഞെട്ടുന്നത് പോലെ ആ പുസ്തകത്തിന്റെ കഥയുടെ അവസാനം വായിച്ച് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. എന്റെ ഹൃദയമിടിപ്പൊക്കെ കൂടി വല്ലാതെ ഞെട്ടി വായന നിർത്തിപ്പോയൊരു കഥയാണ്. ഇപ്പോഴും ഞാൻ ഏത് പുസ്തകം ആരെങ്കിലും വായിക്കാൻ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് ബിരിയാണിയും സാറിന് പിന്നെ കൊമാലയുമാണ്. അപ്പോ ഇത് സാറിനോട് നേരിട്ട് പറയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അല്ല, വായന അതിപ്പോ മലയാളികളുടെ മൊത്തത്തിലുള്ള വായന നമ്മൾ എടുക്കണ്ട. കാരണം അതൊരു നെഗറ്റീവ്, അതിപ്പോ സോഷ്യൽ മീഡിയാസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ എത്രമാത്രം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത്തരത്തിലൊരു വായന വരട്ടെ. ആ വായന വരുന്നതുകൊണ്ട് തന്നെ ആ പുസ്തകം കഥ വളരെയധികം ചർച്ചയാവുകയും അത് നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ 10 ഇരട്ടി ആളുകളിലേക്ക് അത് പോവുകയും ചെയ്തു.
അപ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊന്നുമല്ല, അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കും. പക്ഷെ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അത് പോസിറ്റീവായിട്ട് ഒരു വശത്തേക്ക് തന്നെയാണ് അത് പോയിരിക്കുന്നത്. കാരണം അത് വായിച്ചിട്ട് പിന്നീട് ചർച്ച ചെയ്ത ആൾക്കാർ, അതിനെ വിമർശിച്ച ആൾക്കാരൊക്കെ തന്നെ പിന്നെ അത് ഒരിക്കലും അത് എന്തല്ല, അതൊരു ഒരു ഒരു വർഗീയ ബോധം വളർത്താൻ വേണ്ടി എഴുതിയൊരു കഥയല്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആ കഥാ ചർച്ച അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വരും. നമ്മൾ പോസിറ്റീവായിട്ട് എഴുതുമ്പോൾ അത് പോസിറ്റീവായിട്ടേ അത് അവസാനിക്കുള്ളൂ. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ബിശ്വാസ് ഞങ്ങളുടെ പഴയ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കൂടിയാണ്. ശരി നല്ല വായനക്കാരനുമാണ്. മറ്റുള്ളവർ ശരി കൂടെ ശരി. വളരെ സന്തോഷം സാറ് നേരിട്ട് സംസാരിക്കാൻ പറ്റിയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എന്നാൽ ചർച്ച തുടരൂ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഈ ഇപ്പോ പുതിയ എഴുത്തുകാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇപ്പൊ ഇതിലുണ്ട്. അപ്പൊ അവർക്ക് സാറിന്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിശാസ്ത്ര വിവരണം, അല്ലെങ്കിൽ എങ്ങനെ കഥ എഴുതണം, ഈ പറഞ്ഞ കാര്യം ഒരാൾക്ക് ഒന്ന് പകർത്താൻ പറ്റുന്നതല്ല. എന്നാലും സാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ? അല്ല, നമ്മുടെ കഥ എഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള ഒരു ജോലിയല്ല അത്. കാരണം ഒരു എഴുത്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കഥ എഴുതുക, നോവൽ എഴുതുന്നത് സുഖമാണ്. പക്ഷെ കഥ എഴുതുക എന്ന് പറയുന്നത്, അതും വളരെ ഉത്തരവാദിത്തോടു കൂടി കഥ എഴുതുക എന്ന് പറയുന്നത്, അത് ഭീകരമായ ഗോണ്ടനാമോ ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ് ഒരു കഥ എഴുത്തുകാരന്റെ അവസ്ഥ. അതൊരു വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ കഥ എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ധാരാളം കഥകൾ വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധാരാളം കഥകൾ വായിക്കുക, നല്ല ഒബ്സർവേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒബ്സർവേഷൻ ഉണ്ടാക്കുക. നിങ്ങൾ കാര്യങ്ങളെ എല്ലാവരും ആലോചിക്കുന്ന പോലെ ചിന്തിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മൂന്നാം കണ്ണോട് കൂടിയിട്ട് തങ്ങളുടെ അനുഭവത്തെ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കഠിനമായി അധ്വാനിക്കുക. പിന്നെ നല്ല മനസ്സോടുകൂടി ജീവിക്കുക. അപ്പൊ ഇത്രയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കഥാകൃത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല മനസ്സുള്ള ഒരാളെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. ഒരു നല്ല ആത്മാവെന്നാണ് കഥ എഴുതേണ്ടത്, അല്ലാതെ ബുദ്ധിന്റെ അകത്ത് നല്ല കഥ എഴുതുക. ബുദ്ധി വേണം, ബുദ്ധി ഇല്ലാതെ കഥ എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കഥ എഴുതി കഴിയുമ്പോൾ നമ്മൾക്കും അത് ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേദന അത് എല്ലാവർക്കും അതേ വേദന തന്നെ അത് അനുഭവപ്പെടുന്നതാണ് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് അധ്വാനിക്കുക, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അത് തന്നെയാണ് ഒരു കഥാകൃത്തിന്റെ വഴി. സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കൃഷ്ണകുമാർ മാഷിന്റെ സ്റ്റുഡന്റ് ആണ്. കുറെ വർഷം മുമ്പ് അവിടെ പഠിച്ചതാണ്. പേര് അജീഷ് എന്നാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കഥയുടെ പഠനം അത് എങ്ങനെയാവണമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഒരു കഥയുടെ പഠനം എങ്ങനെയാവണം എന്നുള്ളത് ബന്ധപ്പെട്ടാണ് ഞാനത്. അല്ല, അത് നിങ്ങൾക്ക് അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു ക്രിട്ടിക്കിന്റെ ഒരു കാപ്പബിലിറ്റി പോലെ ഇരിക്കും. അത് അയാളുടെ കാപ്പബിലിറ്റിയും അയാളുടെ വീക്ഷണവും അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അതുപോലെ ആയിരിക്കും ഒരു കഥയെ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തെ വിലയിരുത്തുന്നത്. ഇപ്പോ കേസരി വിലയിരുത്തുന്ന പോലെ ആയിരിക്കില്ല പിന്നെ ഇപ്പുറത്ത് മറ്റേ KP അപ്പൻ വിലയിരുത്തുന്നത്. KP അപ്പനെ പോലെ ആയിരിക്കില്ല രാധാകൃഷ്ണൻ വിലയിരുത്തുന്നത്. പിന്നെ EP രാജഗോപാലൻ അങ്ങനെ ആയിരിക്കില്ല വിലയിരുത്തുന്നത്. അപ്പം PK രാജശേഖരൻ അതായിരിക്കില്ല. അപ്പം അത് ഓരോരാളും അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ ഒരു രാഷ്ട്രീയ വീക്ഷണകോണിലൂടെ ആയിരിക്കും അതിനെ പലപ്പോഴും നോക്കിക്കാണുന്നത്. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിപ്പോ എനിക്ക് കൃത്യമായിട്ട് അത് എങ്ങനെ, പക്ഷെ അതിലേക്ക് സത്യസന്ധമായിട്ട് അതിനകത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് ഒരു കൃതിക്കകത്തു നിന്ന്, ഒരു കൃതിയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന, ഞങ്ങളിപ്പോ ഒരു കഥ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഥ കയ്യിൽ നിന്ന് പോയി അല്ലെ. ഡെത്ത് ഓഫ് ആൻ ഓഥർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് അറിയാലോ. അപ്പോൾ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരനുള്ളതാണ്. അപ്പൊ ആ വായനക്കാരൻ ഉണ്ടാക്കുന്നത്, ഓരോ വായനയും ഓരോ പാഠമാണ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ ക്രിട്ടിക്കും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പാഠമാണ്, ഒരു പുതിയൊരു ടെക്സ്റ്റ് ഉണ്ടാക്കുകയാണ് അതിൽ നിന്ന്. അപ്പോ അത് ആ എഴുത്തുകാരൻ എഴുതിയ ആ കൃതിയെ പോലെ തന്നെ ഗൗരവമുള്ളതാണ്, കനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ വായനക്കാരൻ മനസ്സിലുണ്ടാക്കുന്ന ടെക്സ്റ്റും ക്രിട്ടിക്ക് പേപ്പറിൽ ഉണ്ടാക്കുന്ന ടെക്സ്റ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഓക്കെ സാർ. അജീഷ് മാഷ് പാഠപുസ്തക കമ്മിറ്റി അംഗം ആണ്. പിന്നെ ഈ പുതുകഥ പഠനങ്ങൾ ധാരാളം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അല്ല, അത് എന്താണ് മാഷെ, ഇപ്പൊ കഥകളെ കുറിച്ചിട്ട് മറ്റേ സാധനത്തിന് പഠനങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ടീച്ചേഴ്സ്, ഇപ്പൊ ഞാനും ടീച്ചർ തന്നെയായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ B.Ed ഒക്കെ പഠിച്ച. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾക്കിപ്പോ എല്ലാവരും ടീച്ചർമാരായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു കൃതിയെ വിലയിരുത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഓരോരാളുടെ ഒരു ഇതായിരിക്കും. അപ്പോ അവർക്ക് ചിലപ്പോൾ ചില പിന്നെ ഈ പറയുന്ന പോലെ അധ്യാപകർക്ക് അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സർഗാത്മകത ഉണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് അത് കുട്ടികളിലേക്ക് എന്തായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്, സാധനം അതിന്റെ പൊളിറ്റിക്സ് എന്താണ്, അതിന്റെ രാഷ്ട്രീയം എന്താണ്, അതിന്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ് എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു കഥ അത്ര പറ്റില്ലായിരിക്കാം. പക്ഷെ അപ്പോ ഇങ്ങനെ ഈ കഥയെ കുറിച്ചിട്ട് പഠനങ്ങൾ ഉണ്ടെങ്കിൽ അതവരെ വളരെയധികം അത് ഉപകാരപ്രദമാകും. എന്നെ പല സ്ഥലത്തും വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ അതിലെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ ഒരു എഴുത്തുകാരൻ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ ഞാൻ എന്റെ കഥ അപ്പൊ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ ഭാരം എന്റെ തലേന്ന് പോയി എന്ന് പറഞ്ഞ ആ ബാധ എന്റെ തലേന്ന് എക്സോർസിസമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ എക്സോർസിസത്തും കഴിഞ്ഞിട്ട് നമ്മൾ തളർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ അതിൽ ഉദ്ദേശിച്ചത്. അപ്പോ അത് എന്താണ്, ചികിത്സ കഴിഞ്ഞ് വന്ന ഭ്രാന്തനോട് വീണ്ടും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭ്രാന്ത് വന്നതെന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ആണ് നിരൂപകന്മാരും വിമർശകന്മാരും ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഉത്തരവാദിത്വമാണത്. പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പോ അത് വരണം. അത് നിങ്ങളെ പോലുള്ള അജീഷിനെ പോലുള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കൂ. എഴുത്തിനൊപ്പം എഴുത്തുകാരന്റെ വിശേഷങ്ങൾ അറിയാറുണ്ട്. സാറിന്റെ പുതിയ വിശേഷങ്ങൾ പുതിയ എഴുത്ത്. ഞാനൊരു നോവല് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോവല് അതിന്റെ ചെറിയൊരു ഭാഗം മലയാള മനോരമ വാർഷിക പതിപ്പിൽ വന്നു. അപ്പൊ അതിപ്പോ നവംബർ മാസത്തിൽ എന്റെ ആദ്യത്തെ നോവല് പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ മാതംഗലീല എന്നാണ് അതിന്റെ പേര്. പിന്നെ ഒരു ഫാന്റസി വേറെ രീതിയിലുള്ള നോവലാണത്. പിന്നെ 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 പടങ്ങൾ, 1-2 പടങ്ങള് എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട്. ഇപ്പൊ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ സന്തോഷ് സാർ, നമസ്കാരം. എന്റെ പേര് മുഹമ്മദ് നുമാൻ. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. ഇപ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ സ്കൂളിൽ അധ്യാപന. കാസർഗോഡ് സാറേ ചെർക്കളയിലെ B.Ed കോളേജിലാണ് ഞാൻ പഠിച്ചത്. മെമ്മോറിയൽ B.Ed കോളേജ്. കാസർഗോഡ് ജില്ലയിലെ ഒരു ലൈബ്രറി, ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് അലക്സ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. കാസർഗോഡ് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക ചർച്ച, ബിരിയാണി ചർച്ച ഉണ്ടായിരുന്നു 2017-18 കാലയളവ്. സാർ കുമ്പള അറിയാവോ? കുമ്പള അവിടെയായിരുന്നു ചർച്ച. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ്. 7 വർഷം മുമ്പാണ്. നമ്മുടെ സ്കൂളിലെ തസ്ന മുഖേനയാണ് ലിങ്ക് കിട്ടിയത്. തസ്ന ടീച്ചർ ഇതിലുണ്ട്. വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയത്. അതെ, താങ്ക് യു സർ. താങ്ക് യു. അതെ, അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കണം. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇങ്ങനെ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇല്ല സാർ, ആരും പറയുന്നില്ല. എന്തായാലും അരമണിക്കൂറോളം സാറ് നമ്മുടെ കൂടെ ഉണ്ടായി. ഇനി ഈ കഥകളൊക്കെ വായിക്കുമ്പോ, ഇനി സാറിന്റെ പുസ്തകങ്ങളും വായിക്കുമ്പോ കുറച്ചും കൂടെ വേറിട്ട അനുഭൂതിയായിരിക്കും. സാറിന് നേരിട്ട് പിന്നെ അതിഥിയായി വന്നു പോയാൽ പുരസ്കാരങ്ങളും അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്കിടയിൽ. ഉയർച്ചകളും പ്രവർത്തികളും സാധ്യമായിട്ട് പറയാണ്.
സാർ എന്തോ കൈ പൊന്തിച്ചിട്ടുണ്ടല്ലോ. ഓ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്തോ ചോദിക്കാനാണോ എന്ന് വിചാരിച്ചു. ഇല്ല. അപ്പൊ സന്തോഷം. എന്നാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സാറിതാ. ഇല്ല, സാറിന്റെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സന്തോഷം. അപ്പൊ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല അധ്യാപകന്മാരും നല്ല വായനക്കാരും ക്രിട്ടിക്കും അതുപോലെ നല്ല മനുഷ്യന്മാരുമായിട്ട് മാറട്ടെ. ഇപ്പൊ നാളത്തെ എന്തായാലും നിങ്ങളാണ് യഥാർത്ഥത്തിൽ നാളെ കുട്ടികൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ട ആള്. അപ്പൊ അത് ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്, അത് ചെറിയ ഉത്തരവാദിത്തമല്ല. അപ്പോ അത് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ബി.എഡ് പഠിച്ച എവിടെയായിരുന്നു സാർ? ഞാൻ ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ്. ഓ ഗ്രേറ്റ്, സന്തോഷം. അനിൽകുമാർ സാറുള്ള സമയത്താവും അല്ലെ? അതെ അതെ അതെ, അനിൽ മാഷുണ്ടായ സമയത്ത് തന്നെ. അതെ അതെ, സന്തോഷം. അപ്പോ എല്ലാവിധ മംഗളങ്ങളും. സന്തോഷം. ബൈ. താങ്ക് യു. താങ്ക് യു സർ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ നല്ലൊരു വ്യാഴാഴ്ച വായനാഴ്ച അധ്യയനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നന്ദി പറയുവാനായി 1ാം വർഷ B.Ed ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ അഭിലയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി തന്നെ ഈ ഒരു പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കൂടുകയും തന്റെ എഴുത്താനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത സന്തോഷ് ഏച്ചിക്കാനം സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ബിരിയാണി എന്ന കഥാസമാഹാരം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച അന്ന റോസ് ബെന്നിക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയ്ക്കും ഈ ഒരു പരിപാടി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയ മോഡറേറ്റർ അഞ്ജനയ്ക്കും സ്വാഗതം ആശംസിച്ച അപർണയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു പരിപാടി വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ ഇവിടെ ജോയിൻ ചെയ്ത വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.